ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്നാണ്. ഇന്ന് 11 മണിയോടെ രാവിലെ കൊച്ചമ്പലത്ത് നിന്ന് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ തുടങ്ങും. ഇന്ന് ഉച്ചകഴിഞ്ഞാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. എരുമേലിയിൽ നിന്ന് ടോബി ജോൺസൺ തത്സമയം ചേരുന്നു. ടോബി, പേട്ടതുള്ളലിന്റെ ഒരുക്കങ്ങളൊക്കെ ആയോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അത് എത്രത്തോളം ഇത്തവണയും ഭക്തർ ഇവിടെ ഒഴുകിയെത്തിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഈ ദൃശ്യങ്ങൾ കാണാം. എരുമേലിയിലെ ഈ റോഡ്, അതായത് വലിയമ്പലത്തിലേക്കുള്ള ഈ വാവർ പള്ളിയിൽ നിന്നും വലിയമ്പലത്തിലേക്കുള്ള ആ ഒരു റോഡിൽ നിറയെ അയ്യപ്പ ഭക്തർ എത്തി പേട്ടതുള്ളുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായി കൃത്യം 11 മണിയോടുകൂടിയാണ് പേട്ടതുള്ളൽ നടക്കുന്നത്. അത് അമ്പലപ്പുഴ സംഘമാണ്. നമുക്കറിയാവുന്നതുപോലെ അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയരായിട്ടുള്ള അമ്പലപ്പുഴ സംഘം ഇന്ന് ആദ്യം പേട്ടതുള്ളും. അവർ കൊച്ചമ്പലത്തിലെത്തി അവിടെ പേട്ടപ്പണം സമർപ്പിച്ച് തിടമ്പേറ്റി ആ സമയത്ത് പരുന്ത് വട്ടമിട്ട് പറക്കും അവർക്ക് ഇത് നൽകിക്കൊണ്ട്. അതിനുശേഷം അവർ അവിടെ നിന്നും പേട്ടതുള്ളി ഇറങ്ങി നേരെ ഈ വാവർ നടയിലേക്ക് എത്തും. അവിടെ ജമാഅത്തിന്റെ പ്രതിനിധികൾ വാവർ പള്ളിയിൽ അവരെ സ്വീകരിക്കും. അതിനുശേഷം വാവറുടെ പ്രതിനിധി ഈ അമ്പലപ്പുഴ സംഘത്തിനോടൊപ്പം വലിയമ്പലത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ വർഷവും മഹർഷി നിഗ്രഹത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഈ ഒരു പേട്ടതുള്ളൽ ചടങ്ങ് നടക്കുന്നത്. എടുത്തു പറയേണ്ടത് മതസൗഹാർദ്ദം തന്നെയാണ്. അതിൻ്റെ ഒരു നമുക്ക് രാജ്യത്തെങ്ങും കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കേന്ദ്രമായി ഈ എരുമേലി മാറും. അതിൻ്റെ കാഴ്ച നമുക്കിപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വർഷങ്ങളായി നമ്മൾ പറഞ്ഞതും അത് തന്നെയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഇതുപോലെ ഒരു കാഴ്ച നമുക്ക് ഇവിടെ മാത്രമേ കാണാൻ സാധിക്കൂ. എന്തായാലും ഇത്തവണയും 10,000-കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ തിരക്കുണ്ടായിരുന്നു. ഇന്ന് കൂടുതൽ പോലീസിനെ അതുകൊണ്ട് തന്നെ നിയോഗിച്ചിട്ടുണ്ട് ഈ തിരക്ക് ഒഴിവാക്കുന്നതിന്. വന്നപ്പോൾ മുതൽ ഏകദേശം ഒരു 5 മണി സമയത്തൊക്കെ ഇവിടെ വലിയ തിരക്കായിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. അത്രത്തോളം അയ്യപ്പ ഭക്തർ ഇത്തവണ ശബരിമലയിലേക്ക് എത്തുന്നു. പേട്ടതുള്ളി ശബരിമലയിലേക്ക് പോകുക എന്നുള്ളത് ഒരു സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ പേട്ടതുള്ളൽ എന്ന് പറയുന്നത്. ആ ദിവസം ഇത്തവണ വിപുലമായി തന്നെയാണ് ചടങ്ങുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ചന്ദ്രക്കുടം വൈകുന്നേരം രാത്രിയിൽ നടന്നിരുന്നു. ആ ചന്ദ്രക്കുട ചടങ്ങ് ഇവിടെയാണ്, പള്ളിയിലാണ് നടന്നത്. ഈ നഗരം ചുറ്റി ആ പ്രദക്ഷിണം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ഒരുക്കങ്ങൾ തന്നെ ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം തന്നെ 10,000-കണക്കിന് ആളുകളാണ് ഇത്തവണ പേട്ടതുള്ളുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ഏകദേശം 11 മണിയോടുകൂടി തന്നെ ആദ്യത്തെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ഉണ്ടാകും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്കോട് സംഘത്തിന്റെ അയ്യപ്പന്റെ പ്രതിസ്ഥാനീയരായിട്ടുള്ള ആലങ്കോട് സംഘത്തിന്റെ പേട്ടതുള്ളൽ നടക്കുക. അതിന് രണ്ട് പേട്ടതുള്ളലിനുള്ള സാഹചര്യങ്ങളും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.